കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ സമിതിയിൽ വി.എം. സുധീരന് വീണ്ടും തിരിച്ചടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുമാനദണ്ഡം വേണമെന്ന് എ.ഐ.സി.സി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. കെ ബാബുവിനും കെ.സി. ജോസഫിനും അടൂർ പ്രകാശിനും സുധീരൻ പകരക്കാരെ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 40 സീറ്റുകളിൽ ധാരണയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഒപ്പം സുധീരൻ പകരക്കാരെ ചില മന്ത്രിമാർക്ക് പകരക്കാരെ നിർദ്ദേശിച്ചതായും സൂചനകൾ വരുന്നു. വിവരങ്ങൾ അഞ്ജു, ഇന്ന് രണ്ടാം ദിവസമാണ് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുന്നത്. ഈ രണ്ടാം ദിവസവും മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് കടന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ഒരു പൊതു മാനദണ്ഡം വേണമെന്ന ആവശ്യം രാവിലെ തന്നെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തള്ളി. അതിനുശേഷം മണ്ഡല അടിസ്ഥാനത്തിൽ നടന്നപ്പോൾ 30ഓളം സിറ്റിംഗ് MLA-മാരുടെ സീറ്റുകൾക്ക് എതിരെ അത് ഉറപ്പിച്ചു. കൂടാതെ 9ഓളം പുറത്തുനിന്നുള്ള ചില സീറ്റുകളിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏകദേശം 10 സീറ്റുകളോളം കാര്യത്തിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് കെ ബാബു മത്സരിക്കുന്ന തൃപ്പൂണിത്തുറയിൽ അത് മത്സരിപ്പിക്കുന്നതിന് സുധീരൻ ശക്തിയെ എതിർക്കുന്നു. പകരം സുധീരൻ പി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരിക്കൂറിലാകട്ടെ കെ.സി. ജോസഫ് 8ാം തവണ മത്സരിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇരിക്കൂറിൽ അദ്ദേഹത്തിന് പകരം സതീശൻ പാച്ചേനിയെ മത്സരിപ്പിക്കണം എന്ന അഭിപ്രായം സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശിന് പകരം മോഹൻരാജിനെയും, തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനും, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ അദ്ദേഹത്തെ മാറ്റി പി.ടി. തോമസിനെയും വെക്കണം എന്നാണ് സുധീരന്റെ നിലപാട്. എന്നാൽ ഇതിനെ എയും ഐയും ഒരുമിച്ച് തന്നെ എതിർക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സുധീരൻ തയ്യാറാകാത്തതാണ് ഇപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയെ കുഴയ്ക്കുന്നത് പോലും. എന്തായാലും ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു പാനൽ നിശ്ചയിച്ച് അത് തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിടുക. തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗങ്ങളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 4 മണിയോടുകൂടി രണ്ടാം ഘട്ട സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അത് രാത്രി വരെ നീളും. ഇതിനിടയിൽ ഒരു 20ഓളം സീറ്റുകളിലെങ്കിലും ധാരണ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ സീറ്റുകളിൽ പാനൽ തന്നെ രൂപീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഏപ്രിൽ 1-ന് തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് അന്തിമ രൂപം നൽകുകയായിരിക്കും ചെയ്യുക. അഞ്ജു. സന്തോഷ്, ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധീരൻ. അതുതന്നെയാണോ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നവും? തീർച്ചയായും മഞ്ജു. കാരണം വി.എം. സുധീരൻ 2 നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെത്തിയത്. ഒന്ന്, പൊതു മാനദണ്ഡമൊക്കെ നിശ്ചയിക്കുക, അതായത് തുടർച്ചയായി മത്സരിക്കുന്നവരെ മാറ്റുക, ആരോപണ വിധേയരെ മാറ്റുക. പക്ഷേ ഈ 2 ആവശ്യവും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സംയുക്തമായി എതിർത്തു. ഇതേ തുടർന്ന് അത് തകർന്നതിന് ശേഷമാണ് വി.എം. സുധീരൻ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേകം വിജയസാധ്യത നിർണ്ണയിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ചർച്ചയിലേക്ക് കടന്നത്. ആ ചർച്ചയിലേക്ക് കടന്നപ്പോൾ മന്ത്രിമാർ, അതായത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയും വിശ്വസ്തരായ കെ ബാബു, അടൂർ പ്രകാശ്, കെ.സി. ജോസഫ്, ബെന്നി ബെഹനാൻ, MLA ബെന്നി ബെഹനാൻ തുടങ്ങിയവർക്ക് ഒരു തരത്തിലും സീറ്റ് വീണ്ടും നൽകാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പലതവണ തർക്കത്തിന് കാരണമായി. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് സുധീരനില്ല. ഇതേ തുടർന്ന് ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ ശേഷം ഈ എ ഗ്രൂപ്പ് കേരള ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെ റൂമിലും ഐ ഗ്രൂപ്പ് കെ.സി. വേണുഗോപാലിന്റെ ഡൽഹിയിലെ വസതിയിലും രഹസ്യ യോഗം ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച സുധീരൻ നടത്തേണ്ടതില്ല, സുധീരനെ ശക്തമായി തന്നെ എതിർക്കാം എന്നായിരുന്നു ധാരണ. ആ ധാരണയോട് കൂടിയാണ് ഇപ്പോൾ ഇരുവരും വീണ്ടും യോഗത്തിനെത്തിയിരിക്കുന്നത്. എന്തായാലും പരസ്പരം ഈ ഗ്രൂപ്പ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സുധീരനെ എതിർക്കുക എന്ന് തന്നെയാണ് പൊതു നിലപാട്. അതുമായിട്ടാണ് അവർ വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി കടന്നിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഇത് കടുത്ത വാഗ്വാദങ്ങളിലേക്ക് തന്നെ ഇടയാക്കുകയും ചെയ്യും. താങ്ക് യു. എസ് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഉത്തരാഖണ്ഡിൽ മോഡി സർക്കാരിന് തിരിച്ചടി. രാഷ്ട്രപതി ഭരണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. മറ്റന്നാൾ വിശ്വാസ വോട്ട് തേടാൻ റാവത്ത് സർക്കാരിന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നതിനെ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് അതിശക്തമായി എതിർത്തിരുന്നു. ഇപ്പോൾ ഇതാ ഹൈക്കോടതി സ്റ്റേയും നൽകിയിരിക്കുന്നു. ഇത് മോഡി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? അഞ്ജു, ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയും കോൺഗ്രസിന് ആശ്വാസവും നൽകുന്ന വിധിയാണ് നൈനിറ്റാൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരം ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഉത്തരവ് മരവിപ്പിച്ച കോടതി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിക്കുകയായിരുന്നു. സ്പീക്കർ അയോഗ്യരാക്കിയ 9 കോൺഗ്രസ് വിമത MLA-മാർക്കും വിശ്വാസ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാം. എന്നാൽ ഇവരുടെ ബാലറ്റ് പേപ്പറുകൾ പ്രത്യേകം സൂക്ഷിക്കണം. വിശ്വാസ വോട്ടെടുപ്പ് ഫലം ഉടൻ പ്രഖ്യാപിക്കാതെ ബാലറ്റ് പേപ്പറുകൾ മുദ്രവെച്ച കവറിൽ കോടതി മുമ്പാകെ സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഭരണഘടനയുടെ 156-ാം വകുപ്പ് പ്രകാരം സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഉത്തരവിനെതിരെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്
റാവത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ഹാജരായി. സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ച കോടതിയാണ് ഈ ഉത്തരവ് റദ്ദ് ചെയ്യാനും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഈ 28-ാം തീയതി തിങ്കളാഴ്ച ഹരീഷ് റാവത്ത് സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ അനുമതി നൽകിയതായിരുന്നു. എന്നാൽ 27-ാം തീയതി കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം, കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരമാണ് ഉത്തരാഖണ്ഡിൽ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിനാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അഞ്ജു. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കരുണ എസ്റ്റേറ്റിന് കരമൊടുക്കാൻ പോപ്സ് ഗ്രൂപ്പിനു വേണ്ടി സർക്കാർ നടത്തിയ കള്ളക്കളി പുറത്ത്. പോപ്സിൽ നിന്ന് നികുതി സ്വീകരിക്കരുതെന്ന സർക്കാർ അഭിഭാഷക സുശീല ആർ ഭട്ടിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനമെടുത്തത്. അഭിഭാഷകയുടെ എതിർപ്പ് സൂചിപ്പിച്ച് റവന്യൂ സെക്രട്ടറി എജിക്ക് അയച്ച കത്ത് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരണവുമായി രംഗത്തു വന്നിരുന്നു. സർക്കാർ അഭിഭാഷകയായ സുശീല ആർ ഭട്ട് അനുകൂല നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലായിരുന്നു തീരുമാനമെന്നായിരുന്നു വിശദീകരണം. സ്പെഷ്യൽ GP-യുമായിട്ടും സംസാരിച്ചു. അപ്പം അവരുടെ അഭിപ്രായത്തിൽ ഈ കോടതിയുടെ തീരുമാനം കൂടെ വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ സാഹചര്യം അതും ഉണ്ട്. എല്ലാ കാര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇത് ഇങ്ങനെ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണം തെറ്റാണെന്ന് റവന്യൂ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറൽ അയച്ച കത്തിൽ നിന്ന് വ്യക്തം. സർക്കാർ അഭിഭാഷക നികുതി സ്വീകരിക്കുന്നതിൽ കടുത്ത എതിർപ്പ് പുലർത്തുന്നതായി കത്തിൽ പറയുന്നു. ഈ എതിർപ്പ് മറികടക്കാനാണ് AGയിൽ നിന്ന് നിയമോപദേശം തേടിയതെന്നും കത്തിൽ നിന്ന് വ്യക്തം. നികുതി സ്വീകരിക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് റവന്യൂ വകുപ്പ് കരുതുന്നില്ല. അതുകൊണ്ട് അനുകൂല നിയമോപദേശം വേണമെന്നാണ് റവന്യൂ സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ കരുണ എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ വകുപ്പ് നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനു വിരുദ്ധമായി കരുണ സ്വകാര്യ ഭൂമിയാണെന്ന നിലപാടാണ് AGക്ക് അയച്ച കത്തിൽ റവന്യൂ സെക്രട്ടറി സ്വീകരിക്കുന്നത്. സർക്കാർ അഭിഭാഷക അനുകൂല സമീപനം പുലർത്തിയെന്ന മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശവും കരുണ സ്വകാര്യ ഭൂമിയാണെന്ന റവന്യൂ സെക്രട്ടറിയുടെ കത്തും പോപ്സിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള സർക്കാർ താൽപര്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സി ദിവാകരൻ ഉൾപ്പെടെ 6 പേർക്ക് 2 ടേം എന്ന മാനദണ്ഡത്തിൽ ഇളവ് നൽകാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. സി ദിവാകരൻ, മുല്ലക്കര, VS സുനിൽകുമാർ, K രാജു, ES ബിജിമോൾ, P തിലോത്തമൻ എന്നിവർക്കാണ് ഇളവ് നൽകിയത്. അന്തിമ തീരുമാനം സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കും. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, 6 പേർക്ക് ഇളവ് നൽകണമെന്ന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത തന്നെയല്ലേ നിലനിൽക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് ഉയർന്നു വരാനിടയുണ്ടോ? അഞ്ചു, സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കാനാണ് സാധ്യത. 2 ടേം പൂർത്തിയാക്കിയ 6 പേർക്കാണ് ഇളവ് നൽകാൻ രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ യോഗം തുടരുകയാണ്. സി ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, ES ബിജിമോൾ, VS സുനിൽകുമാർ, K രാജു, P തിലോത്തമൻ എന്നീ 6 പേർക്കാണ് ഇളവ് നൽകാൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം ഉയർന്നത്. ഈ നിർദ്ദേശം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നേരത്തെ സി ദിവാകരന്റെ പേര് കൊല്ലം ജില്ലാ കമ്മിറ്റി ഇളവ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തി നെടുമങ്ങാട് അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്ന് വ്യക്തമാക്കി പട്ടിക സംസ്ഥാന നേതൃത്വം നൽകുകയായിരുന്നു. അതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 27 സീറ്റുകളിലാണ് CPI ഇത്തവണ മത്സരിക്കുക. അതിൽ ഏകദേശം എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം VS സുനിൽകുമാർ കയ്പമംഗലത്തായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ അദ്ദേഹം തൃശ്ശൂരായിരിക്കും മത്സരിക്കുക. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്റർ ആവും മത്സരിക്കുക. മറ്റ് പ്രധാനപ്പെട്ട സീറ്റുകൾ സംബന്ധിച്ചും തീരുമാനം ആയിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം സംസ്ഥാന കൗൺസിൽ അവസാനിക്കും. CPI സംസ്ഥാന കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. നല്ല സ്ഥാനാർത്ഥികളെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് PC ജോസഫ്. സീറ്റ് ലഭിക്കാത്തതിന്റെ വിഭ്രാന്തിയിലാണ് PC ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PC ജോർജിന്റെ ജനപിന്തുണ വ്യക്തമാകുമെന്നും PC ജോസഫ് പറഞ്ഞു. ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നല്ല സ്ഥാനാർത്ഥികളെ മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ. അതിനകത്ത് എന്താ പ്രാധാന്യം? ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ജനതയുടെ ഒരു അളവ്
ജോർജിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ജോർജ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തികൾ വളരെ അപ്രധാനമാകുമെന്നും മുന്നണികൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പത്തനംതിട്ട കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പശ്ചിമഘട്ട സംരക്ഷണ സമിതി രംഗത്ത്. അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്ന് കാണിച്ച് ഇവർ KPCC പ്രസിഡന്റിന് കത്തയച്ചു. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ പറഞ്ഞു. ഭൂമിദാന വിഷയത്തിലും റേഷൻ ഷോപ്പ് അനുവദിച്ചതിലും അഴിമതി ആരോപണ വിധേയനായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് VM സുധീറിന് കത്തയച്ചത്. വിജിലൻസ് കേസിലെ പ്രതിയും ഭൂമിദാന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനുമായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുത്. അടൂർ പ്രകാശ് കോന്നിയിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതി മറച്ചുവെക്കാനാണെന്നും ഇവർ ആരോപിച്ചു. കേരളത്തിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായതും അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവിധ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് കോന്നി മണ്ഡലത്തിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആവശ്യം. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി അഴിമതിയെ മറയ്ക്കാനാണ് മുഖ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരെ ഒരുമിപ്പിച്ച് അടൂർ പ്രകാശിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കടുത്തുരുത്തി സീറ്റിനെ ചൊല്ലി സ്കറിയ തോമസും സുരേന്ദ്രൻപിള്ളയും തമ്മിലുണ്ടായ തെറ്റിദ്ധാരണകൾ പരിഹരിച്ചു. സീറ്റ് കിട്ടിയില്ലെങ്കിൽ LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞു. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിന് നൽകിയ കടുത്തുരുത്തി സീറ്റിൽ വിജയസാധ്യതയില്ലെന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞതായുള്ള വാർത്തകൾ സജീവമായിരുന്നു. ഇതോടെ സുരേന്ദ്രൻപിള്ളയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുമായി സ്കറിയ തോമസ് രംഗത്തെത്തി. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആരെങ്കിലും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോടുകൂടി ചെയ്തതായിരിക്കാം. തെറ്റിദ്ധാരണ മൂലമാണ് സ്കറിയ തോമസിന്റെ പ്രസ്താവനയെന്നും താൻ പറയാത്ത കാര്യങ്ങളാണ് തന്റെ പേരിൽ പ്രചരിക്കുന്നതെന്നും സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചു. സ്കറിയ തോമസിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ട് പ്രതികരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞത് 3 സീറ്റ് ഉള്ളത് 2 എടുക്കുമ്പോൾ ഷുവർ സീറ്റായിട്ടുള്ള 1 തരുന്നാൽ കുറച്ചുകൂടെ സന്തോഷം പാർട്ടിക്കാർക്കുണ്ടാകുമായിരുന്നു. സുരേന്ദ്രൻപിള്ളയുടെ വിശദീകരണത്തിൽ തൃപ്തനായ സ്കറിയ തോമസ് പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്. മലയാറ്റൂർ തീർത്ഥാടകർക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ സഹായഹസ്തം. തിരുനാളിനോടനുബന്ധിച്ച് 5000 പേർക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചെമ്മണ്ണൂർ കഞ്ഞി വിളമ്പി. കൂടാതെ ദുഃഖവെള്ളി ദിനത്തിൽ തീർത്ഥാടകർക്ക് വേണ്ടി ബോബി ഫാൻസ് ക്ലബ് സൗജന്യ ആംബുലൻസ് സർവീസും നടത്തി. സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തുമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസെപാക്യം. ഇതിൽ സഭയുടെ നിലപാട് ആരോപണങ്ങൾ തെളിഞ്ഞ ശേഷം വ്യക്തമാക്കും. മദ്യനയം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമാകുമെന്നും സൂസെപാക്യം പറഞ്ഞു. വേണ്ട രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. മദ്യം മാത്രം ആ ഒരു ഇതുകൊണ്ട് മാത്രം ഒരാൾ തോക്കുകയോ ജലിക്കുകയോ എന്ന് ഞങ്ങൾക്ക് ആരെയും ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ മദ്യം ഒരു ഘടകമാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉള്ള ഈ ആരോപണങ്ങൾ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സ്വാധീനിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഞാനില്ലെന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഒരു കുറ്റങ്ങളെ പർപ്പസായിട്ട് ഓരോരുത്തർക്കും അവരുടെയൊക്കെ എല്ലാം നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കരുവാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നീതിന്യായ കോടതിയും അതിൻ്റെ ന്യായ വിധിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ പോകും. തീർച്ചയായിട്ടും തെറ്റാണെന്ന് തന്നെ ഞങ്ങളെപ്പോഴും പറയും. കണ്ണൂർ ധർമ്മടത്ത് പിണറായി വിജയന് വൻ സ്വീകരണം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പിണറായിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ചീഫ് സെക്രട്ടറി പോലും വിമർശിച്ച ഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് ധർമ്മടം മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും നൽകിയത്. പുലർച്ചെ മുതൽ പ്രിയ നേതാവിനെ സ്വീകരിക്കാൻ ചുവപ്പ് വളണ്ടിയർമാരും ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻ മുന്നേറ്റം ഇടതുമുന്നണി നേടുമെന്നും ചീഫ് സെക്രട്ടറി പോലും അവസാനം വിമർശിക്കേണ്ടി വന്ന UDF ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്നും വർഗീയതയെ നിലംതൊടാൻ കേരള ജനത അനുവദിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, മത്സരിക്കുന്നു. അതിന് വേറെ പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് കടുത്ത അസംതൃപ്തി വ്യാപകമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭരണം വിട്ടൊഴിയാൻ പോകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിക്ക് പോലും വിമർശനാത്മകമായി സംസാരിക്കേണ്ടി വന്ന ഒരു അതിശയകരമായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം പുതിയ ഇടം തേടാൻ നോക്കുന്ന വർഗീയതയെ കേരള മണ്ണിൽ ഇടം കൊടുക്കില്ല എന്ന വാശിയിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. 5-ന് പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നും പിണറായി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം ആദ്യമായി സ്വന്തം മണ്ണിലെത്തുന്ന തങ്ങളുടെ ശക്തനായ നേതാവിന് വൻ സ്വീകരണമാണ് തലശ്ശേരിയിൽ ഒരുക്കിയത്. പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാമലിൻ കേസിന്റെ വിചാരണയ്ക്കായി ഹാജരാകാതിരുന്ന TH മുസ്തഫയ്ക്ക് തൃശൂർ വിജിലൻസ് കോടതിയുടെ വിമർശനം. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അഴിമതിക്ക് തെളിവില്ലെന്ന് പറയുമ്പോൾ കേസ് ഇത്രകാലം നിലനിൽക്കുന്നത് എങ്ങനെയെന്നും കോടതി. കേസ് തുടർ വിചാരണയ്ക്കായി മെയ് 30 മാറ്റി. വിചാരണ നടപടികൾക്കായി പാമോലിൻ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ 5-ാം പ്രതി ജിജി തോംസൺ ഒഴികെ മറ്റ് പ്രതികളാരും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കോടതിയിൽ എത്താതിരുന്ന മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫയ്ക്കെതിരെ വിജിലൻസ് കോടതിയുടെ വിമർശനമുണ്ടായി. ഹാജരാകാത്തതിനാൽ മുസ്തഫയ്ക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്നത്തെ ധനമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കേസിൽ അഴിമതി നടന്നതിന് തെളിവില്ലെന്നാണ് പ്രതികരിക്കുന്നത്. ഇതേ വാരം തന്നെ പ്രതിഭാഗം അഭിഭാഷകരും ചൂണ്ടിക്കാട്ടിയപ്പോൾ തെളിവില്ലെങ്കിൽ ഇത്രകാലം കേസ് നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് കോടതി ആരാഞ്ഞു. കേസ് നിലനിൽക്കും എന്ന് കണ്ടു, പ്രഥമദൃഷ്ട്യാ ഒരു കേസുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് കോടതി തീരുമാനിച്ചതും പ്രതികളോട് ഹാജരാവാൻ പറഞ്ഞത്. പാമോലിൻ ഇറക്കുമതി സംബന്ധിച്ച ഫയലുകൾ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിരുന്നതായി കോടതി മുമ്പ് പരാമർശിച്ചിരുന്നു. 3-4 പ്രതികളായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരെ കുറ്റവിമുക്തരാക്കിയതോടെ നിലവിൽ 5 പ്രതികളാണ് കേസിലുള്ളത്. ജിജി തോംസൺ, TH മുസ്തഫ, വകുപ്പ് സെക്രട്ടറിയായിരുന്ന PJ തോമസ് എന്നിവർക്കൊപ്പം പാമോലിൻ ഇറക്കുമതിക്കുള്ള അനുമതി ലഭിച്ച കമ്പനി പ്രതിനിധികളും പ്രതികളാണ്. ഇവരിൽ ജിജി തോംസൺ ഒഴികെയുള്ളവർ അഭിഭാഷകർ മുഖേന കേസ് നീട്ടിവെക്കാൻ അപേക്ഷ നൽകി. ശാരീരിക വിഷമതകൾ മൂലമാണ് ഹാജരാകാതിരുന്നതെന്ന് TH മുസ്തഫ അറിയിച്ചു. തുടർ വിചാരണയ്ക്കായി കേസ് മെയ് 30 മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യയിലെത്തിയ പാക് അന്വേഷണ സംഘം തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി പഠാൻകോട്ട് വ്യോമതാവളം സന്ദർശിക്കുന്നു. ഇന്നലെ പാക് സംഘം NIA ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, തെളിവെടുപ്പ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ആരൊക്കെ പാക് സംഘത്തെ അനുഗമിക്കുന്നുണ്ട്? ISAയിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 5-അംഗ അന്വേഷണ സംഘം ഇപ്പോൾ പത്താൻകോട്ട് സൈനിക താവളത്തിന് സമീപത്തും ഒപ്പം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഒഴികെയും എത്തി തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. പത്താൻകോട്ട് സൈനിക താവളത്തിന് സമീപത്ത് താമസിക്കുന്ന ആളുകളുടെ മൊഴിയും മറ്റും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇവരിൽ നിന്ന് സുപ്രധാനമായ ചില മൊഴികൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നത്. എന്നാൽ പത്താൻകോട്ട് സൈനിക താവളത്തിനകത്ത് കയറി ISAയിലെ പാക് ചാരസംഘടനയായ ISAയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഒപ്പം തെളിവ് ശേഖരണത്തിനുമായി അനുവദിച്ചത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾക്ക് വഴിവെക്കും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും ആം ആദ്മിയും അടക്കം ആരോപിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ദില്ലിയിൽ നടത്തിയിരുന്നു. നാളെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതികളും പത്താൻകോട്ട് സൈനിക താവളത്തിൽ നിന്നടക്കം ശേഖരിച്ച തെളിവുകളും എന്തെല്ലാമാണെന്ന് എന്നാണ് അറിയുന്നത്. ഇന്നലെ NIA ഉദ്യോഗസ്ഥരുമായും 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന വീഡിയോ തെളിവുകളടക്കം ഇന്ത്യ ഉദ്യോഗസ്ഥർ മുമ്പാകെ കാണിച്ചിരുന്നു. നാളെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘം പാകിസ്ഥാനിലേക്ക് മടങ്ങും. 5